അടുത്ത PM സുരേഷ് ബാബു, ഷാജി മോഹൻ പറഞ്ഞത് കേട്ടല്ലോ. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇതിനകം 150-ൽ പരം കോടി രൂപ എത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കൂ, 6,000 രൂപയാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് പുറത്തു പോകുന്നവർക്ക് അവർക്ക് വാടകയായി കൊടുക്കാമെന്ന് പറഞ്ഞത്. പുത്തുമല ദുരന്തത്തിൽപ്പെട്ടവർക്ക് 8,000 രൂപ കൊടുക്കാമെന്നായിരുന്നു വാഗ്ദാനം. 3 മാസം കൊടുത്തു, അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല. മാത്രമല്ല, സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം കിട്ടാത്തവരെയും പുത്തുമലയിൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ഇവിടെ ഇപ്പോൾ ഷാജി പറഞ്ഞതുപോലെ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് വാടക വീടുകളിലേക്ക് പോകാം, പക്ഷേ ഇവർക്ക് തൊഴിലില്ല. ഇവരുടെ തൊഴിലുപകരണങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതിനൊക്കെ പരിഹാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കണ്ടെത്തി കൊടുക്കേണ്ടതല്ലേ? ഇപ്പോഴും കൃത്യമായ ഉറപ്പ് ലഭിക്കുന്നില്ല. ഇവർ ആശങ്കയുടെ നടുവിലാണ്. ആ ആശങ്ക പരിഹരിക്കാൻ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർ ഇല്ല, പകച്ചു നിൽക്കുകയാണ്. ചൂരൽമല നിവാസിയാണ് ഈ പറഞ്ഞത്. ശ്രീ നമ്പ്യാർ, എനിക്ക് അദ്ദേഹത്തിൻ്റെ സംസാരം ഒന്നും കേൾക്കാൻ പറ്റിയിട്ടില്ല. അതൊരു ചിലപ്പ് ആയതുകൊണ്ട് ഒന്നും ക്ലിയർ ആയിട്ടില്ല. ഇപ്പോൾ താങ്കൾ അതിനെ ഇൻവേർട്ട് ചെയ്തിട്ട് എന്നോട് പറഞ്ഞതിൽ നിന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ആമുഖമായി പറയുമ്പോൾ തന്നെ ഈ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ട് ബുദ്ധിമുട്ടനുഭവിച്ച് ജീവൻ നഷ്ടപ്പെട്ടു പോയ, കുടുംബം നഷ്ടപ്പെട്ടു പോയ എല്ലാവരോടുമുള്ള അഗാധമായ ദുഃഖം ആദ്യമായി തന്നെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ആശങ്കയോടുകൂടിയാണ് ജനങ്ങൾ കഴിയുന്നത് എന്നാണ്, അവിടുത്തെ ആളുകൾ കഴിയുന്നത് എന്നാണ്. ഞാൻ അതിനോട് പൂർണ്ണമായും യോജിക്കുകയാണ്. ആശങ്ക എന്തായാലും ഉണ്ടാകും. കാരണം നാളെ എങ്ങോട്ട്, മറ്റന്നാൾ എങ്ങോട്ട്, എന്താണ് ഞങ്ങളുടെ ഗതി തുടങ്ങിയിട്ടുള്ള ആശങ്കകൾ, എത്ര ആശ്വാസ വാക്കുകളും ആശ്വാസമായ മാനങ്ങളും മാനദണ്ഡങ്ങളും അവരുടെ കൈകളിലേക്ക് എത്തിയാൽ പോലും അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നത് വരെ ആശങ്ക ഓരോ വ്യക്തിക്കും ഉണ്ടാകുമെന്നത് നമ്മുടെ സാമാന്യമായ ഒരു ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം മാത്രമാണ്. അതുകൊണ്ടായ ആശങ്കയുണ്ട്. ആ ആശങ്കയുള്ള ജനങ്ങളാണ് അവിടെ ദിവസിക്കുന്നത്. ദുരിതം അനുഭവിച്ചവരും ജീവൻ നഷ്ടപ്പെട്ടവരും അല്ലാത്തവരും അതിനോട് പാർശ്വത്തിൽ ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കുമൊക്കെ ആശങ്ക വല്ലാതെയുണ്ട്. അത് പരിഹരിക്കാൻ ഭരണ സംവിധാനത്തിന് ഭരണപരമായ ഉത്തരവാദിത്വമുണ്ട്, ധാർമ്മികമായ ഉത്തരവാദിത്വവുമുണ്ട്. അതൊന്നും ഞാൻ ഇല്ലെന്ന് പറയാനോ അല്ലെങ്കിൽ അതിനെ കുറച്ച് കാണാനോ തയ്യാറാകുന്നില്ല. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? ഇവിടെ എല്ലാ ദിവസങ്ങളിലും കാലാകാലമായി മറ്റൊരു സ്ഥിരലാവണം കണ്ടെത്തുന്നത് വരെ ക്യാമ്പുകളിൽ പാർപ്പിക്കുക എന്നത് നമ്മുടെ ജീവിത സംസ്കാരത്തിന് യോജിച്ച ഒരു കാര്യമല്ല. അതുകൊണ്ട് അവർക്ക് വാടക വീടുകൾ ഉണ്ടാക്കണം. അത് സ്വയം കണ്ടെത്താൻ കഴിയുന്ന ആളുകളുണ്ട്, സർക്കാർ സംവിധാനത്തിലൂടെ കണ്ടെത്താൻ കഴിയുന്ന ആളുകളുണ്ട്. കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. PWDയുടെ വകയായിട്ടുള്ള 27 മറ്റോ ക്വാർട്ടേഴ്സുകൾ ഒഴിപ്പിച്ച് അത് വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നു. അങ്ങോട്ടേക്ക് മാറുന്ന ആളുകളുണ്ട്. സ്വകാര്യ വ്യക്തികളിൽ നിന്നും വാടകയ്ക്കെടുത്ത് അങ്ങോട്ടേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ വാടക എത്രയാണോ കൊടുക്കേണ്ടത് അതിനെക്കുറിച്ചുള്ള ധാരണയുണ്ട്. അതിനവിടെ സ്പെഷ്യൽ ഓഫീസറെ നിശ്ചയിച്ചിട്ടുണ്ട്. അദ്ദേഹം മടങ്ങിപ്പോയോ ഇല്ലയോ എന്നെനിക്കറിയില്ല. ഏതായാലും സാംബശിവ റാവു എന്ന് പറയുന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ ഇത്തരം കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ വയനാട്ടിലുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മന്ത്രിസഭാ ഉപസമിതി ഇപ്പോൾ ഇടയ്ക്ക് അവർ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും അവർ എല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ഏതെങ്കിലും ആളുകൾക്ക് ആശങ്കയുണ്ടെങ്കിൽ പൊതുപ്രവർത്തകരായിട്ടുള്ള ദുരിതത്തിൽ പെടാത്ത ആളുകൾക്ക് ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ്റെയോ അല്ലെങ്കിൽ മന്ത്രിസഭാ ഉപസമിതിയുടെയോ ശ്രദ്ധയിൽപ്പെടുത്താവുന്ന കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് പെടുത്തി പരിഹാരമുണ്ടാക്കിയെടുക്കാനുള്ള പരിശ്രമം നമ്മൾ നടത്തേണ്ടതാണ്. പിന്നീടുള്ളത് ഒരു ശാശ്വതമായൊരു പരിഹാരമാണ്. കേരളം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ വരവിനെ കണ്ടത്. അത് ദുരിതാശ്വാസ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം സെക്ടർ പെട്ടെന്ന് ഒരു കാര്യം ചെയ്യാൻ ഭരണകൂടത്തിന്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭരണകൂടത്തിന് കഴിയില്ല എന്നുള്ളത്
ദുരിതാശ്വാസത്തിൻ്റെ നിയമത്തെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ എനിക്കറിയാം. സെക്ടർ വൈസ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് റിപ്പോർട്ടുകൾ കൊടുക്കണം. സെക്ടർ വൈസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് എന്നുള്ളത് മാത്രമല്ല, ഭൂമിശാസ്ത്രപരമായ സെക്ടർ വൈസ്, വിദ്യാഭ്യാസത്തിന്, ആരോഗ്യത്തിന്, കുടുംബത്തിന്, വീടുകൾക്ക്, അങ്ങനെ എല്ലാത്തിൻ്റെയും സെക്ടർ വൈസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് തയ്യാറാക്കണം. തയ്യാറാക്കി കൊടുത്താൽ മാത്രമേ യൂണിയൻ ഗവൺമെൻറ്റിന് അക്കാര്യത്തിൽ ഇടപെടാൻ കഴിയുകയുള്ളൂ. അതിനുള്ള സാവകാശം എന്തായാലും കൊടുക്കേണ്ടി വരും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് ഏതെങ്കിലും യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ചയായി അതിനെ കണക്കാക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല. മറിച്ച് ഇവിടെ ഇത് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ എല്ലാവിധ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടായിരിക്കണം എന്നതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി തയ്യാറാക്കേണ്ടുന്ന ഒരു സെക്ടർ വൈസ് റിപ്പോർട്ട് ആയതുകൊണ്ട് അത് സൂക്ഷ്മതയോടുകൂടി തയ്യാറാക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ഗവൺമെൻറ് തലത്തിൽ നടത്തേണ്ടതുള്ളത് കൊണ്ടും പെട്ടെന്ന് എടുത്തു ചാടി എന്തെങ്കിലും ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയും അത് തന്നു തരണം എന്ന് പറയുകയും ചെയ്യുന്നതിനേക്കാൾ എന്തൊക്കെയാണ് വേണ്ടത്, അത് അവിടെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ കഴിയുമോ, അവിടെ രണ്ടാമത് റീബിൽഡ് ചെയ്യാൻ കഴിയുമോ, ആ പ്രദേശം വാസയോഗ്യവും കൃഷിയോഗ്യവും ജീവിക്കാൻ യോഗ്യവുമാണെന്നുള്ളത് സീസ്മിക് നോളജ് ഉള്ള ആളുകളെ കൊണ്ട് അത് പഠിച്ച് തയ്യാറാക്കേണ്ട കാര്യങ്ങളാണ്. അതിന് സാവകാശം വേണമെന്നാണ് ഉത്തരവാദപ്പെട്ട ചുമതലപ്പെട്ട പിന്നെ അതിനെക്കുറിച്ച് ഗ്രാഹ്യമുള്ള വൈശിഷ്ട്യ ബന്ധമുള്ള വൈശിഷ്ട്യമായ സുരേഷ് ബാബു, കേന്ദ്ര ഫണ്ട് വരുന്നത് കാത്തിരിക്കാതെ ഇപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ 150 പരം കോടി രൂപ എത്തിയിട്ടുണ്ടല്ലോ. ഉള്ളത് വെച്ച് മുന്നോട്ട് പോകാമല്ലോ. അല്ല, ഞാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് വരുന്നതിനെ കാത്തിരിക്കുന്നു എന്നോ അല്ലെങ്കിൽ അത് താമസിക്കുന്നതിൽ ആക്ഷേപമോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് കുറവ്, എവിടെയാണ് ചെയ്യേണ്ടത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരു ഉദ്യോഗസ്ഥ ലെവൽ, IAS ഉദ്യോഗസ്ഥ ലെവലിൽ അവിടെ ഒരാളുണ്ട്, അതല്ലെങ്കിൽ കലക്ടറുണ്ട്, മന്ത്രിസഭാ ഉപസമിതിയുമുണ്ട്. എന്താണ് ഈ കാര്യത്തിൽ പെട്ടെന്ന് ചെയ്യാനുള്ളത്? പെട്ടെന്ന് ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ആലോചിച്ചിട്ടുള്ളത് ഉടനെ അവർക്ക് താല്പര്യമുള്ള റീഹാബിലിറ്റേഷൻ സെന്ററുകൾ എന്നുള്ള നിലയിൽ നിന്ന് വാടക വീടുകളിലേക്ക് മാറ്റുക. പിന്നെ വിദ്യാഭ്യാസം അവിടെ ഇന്ന് ഞാൻ ഒരു ചാനൽ കാണാനിടയായി. അവർക്ക് പുക്കിമലയിലെ ആ ഒരു വിദ്യാലയം തുറന്നു കിട്ടണം. പക്ഷെ വിദ്യാലയം അവിടെ കെട്ടിടമെടുത്ത് പഠിക്കാൻ പെട്ടെന്ന് കഴിയില്ല, അതിനുള്ള സമയമെടുക്കും. അതുകൊണ്ട് അവരെല്ലാം എല്ലാ വിദ്യാർത്ഥികളെയും മേപ്പാടിയിലേക്ക് മാറ്റുക എന്നുള്ള ഒരു നിർദ്ദേശങ്ങൾ അവിടെ പോയിട്ടുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി മേപ്പാടിയിലെ ആരോഗ്യ സംരക്ഷണ കേന്ദ്രം കൂടുതൽ ശക്തമായി ഡോക്ടർമാരെയൊക്കെ നിശ്ചയിച്ചുകൊണ്ട് വിപുലപ്പെടുത്തുന്ന കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട്. പിന്നീട് വീടുകൾ, ഇപ്പോൾ അനിൽ നമ്പ്യാർ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലായിരുന്നു. അത് അല്ല, ഞാനങ്ങനെ ശ്രദ്ധിക്കേണ്ട ഒരാളല്ലാത്തത് കൊണ്ട് കൂടിയാണ് ഞാനത് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വീടുകളിലേക്ക് മാറിയാൽ മാത്രം പോരാലോ, അവിടെ ചട്ടിയും കലവും കുടുക്കയും ഒക്കെ വേണം, ഒന്നുമില്ലല്ലോ. അതൊക്കെ എത്തിച്ചു കൊടുക്കേണ്ടുന്ന ബാധ്യത നമുക്കുണ്ട്, ഗവൺമെന്റിനുണ്ട്, തദ്ദേശ സ്ഥാപനങ്ങൾക്കുണ്ട്. അത് ചെയ്യണം. ചെയ്യാവുന്നതിൽ വീഴ്ചകളുണ്ട് എങ്കിൽ അത് പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. പുതുതായ വസ്ത്രങ്ങൾ കൊടുക്കണം. ആ വസ്ത്രങ്ങൾ പഴകിയ വസ്ത്രങ്ങളോ ഉപയോഗിച്ച വസ്ത്രങ്ങളോ പാടില്ലെന്ന് ഗവൺമെന്റ് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. പുതിയ വസ്ത്രങ്ങൾ തന്നെ ഓരോരുത്തർക്കും വേണം. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച്, അവരുടെ വിവേചനത്തിനനുസരിച്ചിട്ടുള്ള വസ്ത്രധാരണ രീതികൾ ഉള്ളതുകൊണ്ട് അതനുസരിച്ചുള്ള വസ്ത്രങ്ങൾ വേണം. ഇതെല്ലാം ചെയ്യേണ്ടതുണ്ട്. എവിടെയെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ, മനുഷ്യ പ്രയത്നം കൊണ്ട് എവിടെയെങ്കിലും ഒരു വീഴ്ചയുണ്ടായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ഉടനെ തന്നെ ആ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ മന്ത്രിസഭാ ഉപസമിതിയും സർക്കാരിലെ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ പഞ്ചായത്ത് ഡയറക്ടറും അവിടെ തന്നെ നിൽക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ പരിഹരിക്കേണ്ടുന്നത് തന്നെയാണ്. ഇവർ ആശങ്കയിലാണ് എന്ന കാര്യം ഒരിക്കൽ പോലും നമുക്ക് അത് കുറച്ച് കാണാൻ കഴിയില്ല. പരിപൂർണതയിലേക്ക് എത്തുന്നത് വരെയും, സമയം കൊണ്ട് മുറിവ് ഉണക്കപ്പെടുന്നത് വരെയും അവരുടെ ആശങ്കയുണ്ടാകും. ആ ആശങ്കയോട് പൂർണ്ണ മനസ്സോടുകൂടി യോജിച്ച് അവർക്ക് ആശ്വാസത്തിൻ്റെ ഒരു നെയ്ത്തിരി കത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന.